Hi friends, welcome to jdmedia. ഫിറ്റ്നസ് സീരീസിലെ അബ്ഡോമിനൽ എക്സസൈസുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു എക്സസൈസ് പ്ലാന് 6 വീക്ക് 6 പാക്ക് എന്നൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾ ഈ ഒരു എക്സസൈസ് 6 ആഴ്ച അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുക. ഒരാഴ്ച ട്രൈ ചെയ്തിട്ട് പിന്നെ അതിന് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും സംഭവിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഒരു എക്സസൈസ് പ്ലാൻ വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചൊരു 2-3 തവണ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നില്ല എന്നുള്ളതിൽ അതവിടെ ഡ്രോപ്പ് ചെയ്യും. അതാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുവിധ ആൾക്കാർക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സസൈസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഫുഡ് ഡയറ്റിങ്. അതും നന്നായി ഫോളോ ചെയ്യണം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഡയറ്റിങ്ങിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടുതൽ പറഞ്ഞാൽ അത് വീഡിയോയുടെ ലെങ്ത്ത് കൂടും. വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഓയിലി കണ്ടൻറ്റുള്ള കൂടുതലുള്ള ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു 6 ആഴ്ച അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മധുരം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് നമ്മുടെ കേക്ക്, ഐസ്ക്രീം, ഡെസേർട്ട്സ്, അങ്ങനത്തെ അത് ആ സീരീസിൽ വരുന്ന കംപ്ലീറ്റ് ചില ബിസ്ക്കറ്റുകൾ, ഇതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഈ ഒരു 6 ആഴ്ച അറ്റ്ലീസ്റ്റ് ഇത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒന്നുകൂടി ഷോർട്ടായിട്ട് 3 ഡയറ്റിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഓട്ട് മീൽ കഴിക്കുക. ലോ ഫാറ്റ് മിൽക്ക് ഓട്സ് മിക്സ് ചെയ്തുകൊണ്ട് അത് കഴിക്കുക. അതിൻ്റെ കൂടെ ഒരു 3 എഗ് വൈറ്റ്സ് മാത്രം, യെല്ലോ അല്ല, ഓൺലി എഗ് വൈറ്റ്സ്, അത് ഫോളോ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നിങ്ങൾ ലഞ്ചിനൊരു 1 സ്കൂപ്പ് ബസ്മതി റൈസ് കഴിക്കുക. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം, മാക്സിമം 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് കഴിക്കുക. അതിൻ്റെ കൂടെ ഫ്രൈ ആക്കിയിട്ട് നിങ്ങൾ ഒലിവ് ഓയിൽ വെച്ച് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, ഫാറ്റ് ഫ്രീ ആണ്. അത് കഴിക്കുക. പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾ സലാഡ് കഴിക്കുക ലഞ്ച്. അതുപോലെ തന്നെ ഈവനിങ്ങിൽ നിങ്ങൾ ഒരു 2 എഗ് വൈറ്റ് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഡിന്നർ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ചപ്പാത്തി കഴിക്കുക. അതിൻ്റെ കൂടെ വെജിറ്റബിൾ സലാഡ് കഴിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഒരു ഹാഫ് അത് പുഴുങ്ങിയിട്ട് അതും കഴിക്കുക. ഇതല്ലാതെ വേറെ ഒരു ഫുഡും നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കരുത്. പിന്നെ മാക്സിമം വെള്ളം കുടിക്കുക. വെള്ളം കൂടുതൽ കുടിച്ചാൽ വയറ് ചാടുന്നുള്ള തെറ്റിദ്ധാരണ ആൾക്കാരൊക്കെ ഉണ്ട്. അത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ വെള്ളം മാക്സിമം കുടിക്കുന്നത് അത്രയും നല്ലതാണ്. വയറ് കുറക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡയറ്റും പിന്നെ ഈ പറഞ്ഞ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു എക്സസൈസും അറ്റ്ലീസ്റ്റ് ഒരു 6 ആഴ്ച നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കാതെ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ അബ്ഡമിനിലുള്ള ഫസ്റ്റ് എക്സസൈസ് ആണ് ഹാങ്ങിങ് ലെഗ് റൈസ്. 3 സെറ്റ്സ് 12 to 15 റെപ്പിറ്റേഷൻ. ഈ ഒരു എക്സസൈസ് നമ്മുടെ അബ്ഡമിനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഐസൊലേഷൻ എക്സസൈസ് ആണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലോവർ അബ്ഡമിനൽ മസിലുകളെയാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കൂടുതൽ ഷെയ്ക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ. സോ നമ്മൾ വളരെ സ്ലോവിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അടുത്തൊരു സൂപ്പർ സെറ്റ് എക്സസൈസ് ആണ് ഡിക്ലൈൻ സിറ്റപ്സ് ആൻഡ് സൈഡ് ബെൻസ്. ഇതിൽ ഡിക്ലൈൻ സിറ്റപ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അപ്പർ അബ്ഡമിനൽ മസിലുകളെയാണ്. സൈഡ് ബെൻസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഒബ്ലിക് മസിലുകളെയാണ്. ഡിക്ലൈൻ സിറ്റപ്സ് 15 നമ്പേഴ്സ് ചെയ്തതിന് ശേഷം വിത്തൗട്ട് എനി റെസ്റ്റ് സഡൻലി നമ്മൾ സൈഡ് ബെൻസ് 15 നമ്പേഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് 1 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ബാക്കി 2 സെറ്റ്സ് കണ്ടിന്യൂ ചെയ്യുക. സൈഡ് ബെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ലോ വെയിറ്റ് ഡംബൽസ് എടുത്ത് മാത്രമേ ചെയ്യാവൂ. കൂടുതൽ വെയിറ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വരുന്നുള്ളൊക്കെ തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് നിങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡംബൽ എടുത്തിട്ട് പെർഫെക്ഷനോട് കൂടി ചെയ്യുക. ഇന്നത്തെ നമ്മുടെ 3ാമത്തെ എക്സസൈസാണ് പ്ലാങ്ക്. 3 സെറ്റ്സ് ആണ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ മനസ്സിൽ കൗണ്ട് ചെയ്യുക. ആവറേജ് ഒരു 1 മിനിറ്റ് ഓർ 2 മിനിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അൺടിൽ ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു കൗണ്ടിങ് മാക്സിമം ആവറേജ് ടൈമിംഗ് ആണ് 1 മിനിറ്റ്. മാക്സിമം നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് ഫെയിലിയർ ആവുന്നവരെ അങ്ങനെ 3 സെറ്റ്സ് ചെയ്യുക. പ്ലാങ്കിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളെ ബോഡി ഫ്ലെക്സിബിലിറ്റി കൂടും. അതുപോലെ ബാക്ക് പെയിനിൽ നിന്ന് വളരെയധികം റിലീഫ് ഉണ്ട്. പ്ലാങ്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് എക്സസൈസാണ്
റോപ്പ് ക്രഞ്ച് 3 sets 15 repetitions. ഇതൊരു കോർ ഐസൊലേഷൻ എക്സസൈസാണ്. നമ്മുടെ 6 pack എന്നുള്ളൊരു രൂപകൽപ്പന ചെയ്യുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നൊരു നല്ലൊരു എക്സസൈസാണ് റോപ്പ് ക്രഞ്ച്. അതുപോലെ നമ്മുടെ ഡീപ്പ് കോർ മസിലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാനും വളരെയധികം സഹായകമാണത്. സോ നിങ്ങൾ ഈ എക്സസൈസുകൾ വീക്ക്ലി ഒരു 3 times ചെയ്യുക. ആൾട്ടർനേറ്റീവായിട്ട് ചെയ്താൽ മതി. എന്തായാലും അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഒരു 6 ആഴ്ച ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു സീരീസ് വീഡിയോയുമായി കാണുന്നവരെയും ടേക്ക് കെയർ, ഗുഡ് ബൈ.